കോതമംഗലം എം.എ. എഞ്ചിനീയറിംഗ് കോളേജിലെ ഇതര സംസ്ഥാന വിദ്യാർത്ഥി മിച്ചി മർപുവിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്ന് പഠിപ്പ് മുടക്കി സമരം ചെയ്യാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. മിച്ചി മർപുവിന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും KTU പോലും നിർത്തലാക്കിയ ഇയർ ബാഗ് സിസ്റ്റം കോളേജ് അവസാനിപ്പിക്കണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. നിതിൻ സേവ്യർ നൽകും വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് നിതിൻ. ഇന്നിപ്പോൾ പഠിപ്പ് മുടക്കിയുള്ള സമരമടക്കം വലിയ പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥികൾ നീങ്ങുമ്പോൾ എന്താണ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം, മറ്റു വിശദാംശങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ വിദ്യാർത്ഥികൾ വലിയ പ്രക്ഷോഭത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കിയതാണ്. കാരണം 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ മിച്ചിയുടെ മൃതദേഹം ഹോസ്റ്റലിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ കൃത്യമായി തന്നെ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉണ്ട് എന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. മാത്രമല്ല, പലതവണ മന്ത്രി അടക്കം ഇടപെട്ടിട്ടും ഈ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച വരുത്താൻ കോളേജ് തയ്യാറാക്കിയിട്ട് പോലും KTU പോലും അംഗീകരിച്ചിട്ടില്ലാത്ത ഇയർ ബാഗ്സ് അല്ലെങ്കിൽ KTU പിൻവലിച്ചിട്ടുള്ള ഇയർ ബാഗ് സിസ്റ്റം ഇപ്പോഴും കോളേജ് നടപ്പിലാക്കുന്നത് അശാസ്ത്രീയമാണ്. നിരവധി വിദ്യാർത്ഥികൾ സമാനമായ രീതിയിൽ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ TC വാങ്ങി പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധം. കാരണം കോളേജിൽ പലതവണ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഇടപെട്ട് പലതവണ ചർച്ച നടത്തിയിട്ടും ഇത്തരത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത തരത്തിലേക്കാണ് ഈ കോളേജ് അധികൃതർ പോകുന്നതെന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ഇന്നു മുതൽ കോളേജിൽ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാനാണ് വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ കോളേജിന് പുറത്തും സമരം തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മിച്ചിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിരുന്നു. ഒപ്പം തന്നെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രാഥമികമായി പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യ തന്നെയാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മിച്ചി 18-ന് മുകളിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയാണെന്നാണ് സഹപാഠികളും ബന്ധുക്കളും ഒക്കെ പറയുന്നത്. പക്ഷേ അപ്പോഴും 18-ന് മുകളിൽ മതി എന്ന് KTU അപ്രൂവ് ചെയ്തിട്ടുള്ളപ്പോഴും കോതമംഗലം MA കോളേജിൽ 22 ക്രെഡിറ്റ് സ്കോർ വേണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ ക്രെഡിറ്റ് സ്കോർ ഇതുമായി ബന്ധപ്പെട്ട് 22-ലേക്ക് എത്താൻ സാധിക്കാതെ നേരത്തെയും പലതവണ ഇത്തരത്തിൽ കോളേജിൽ നിന്ന് TC വാങ്ങിയും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ക്രെഡിറ്റ് സ്കോർ കുറയുന്നതുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ മിച്ചിയുടെ മരണത്തിന് കാരണക്കാരായവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധത്തിൽ പോകാനാണ് നിലവിൽ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു എഞ്ചിനീയർ ആകാൻ കൊതിച്ച സ്വപ്നങ്ങളുമായിട്ട് നമ്മുടെ നാട്ടിലെത്തിയ കേരളത്തിലെത്തിയ അരുണാചൽ പ്രദേശ് സ്വദേശിയാണ് മിച്ചി മർപു. സ്വപ്നങ്ങളെല്ലാം ബാക്കിയാക്കിയാണ് അവൻ മറന്നത്. അവൻ്റെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അവന് നീതി ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സഹപാഠികളടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് അടക്കം നീങ്ങുകയാണ്. പഠിപ്പ് മുടക്കി സമരം അടക്കം നീങ്ങുകയാണ് വിദ്യാർത്ഥികൾ.